ഉൽപ്പത്തി പുസ്തകം 2-ാം അവസാന ഭാഗത്ത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം അവന് ചേർന്ന ഇണയെ കൊടുക്കുന്നുണ്ട്. ദൈവം അവൻ്റെ ഭാര്യയിൽ നിന്നാണ് സ്ത്രീക്ക് രൂപം നൽകുന്നത്. അതുകണ്ട് അവൻ പറയുന്നു, എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ അവനെ ചേർന്ന ഇണയെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യനെ ചേർന്ന ഇണയെ നൽകുന്നത് ദൈവമാണ്. അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, തനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി. ദൈവത്തിന് ഇഷ്ടമില്ലാതെ നമ്മുടെ ഇഷ്ടത്തിനെ ചെയ്യുമ്പോൾ പല ദാമ്പത്യ ജീവിതങ്ങളും പരാജയപ്പെട്ടു പോകുന്നു. ഇനി ദൈവം നമുക്ക് നൽകിയ ജീവിത പങ്കാളിയിൽ ആയാലും കുറവുകൾ ഉണ്ടാകും. പക്ഷേ അവരുടെ കുറവുകളെ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കണം. അത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഒരു രക്ഷാകര പദ്ധതിയാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ദാമ്പത്യ ജീവിതം പൂർണ്ണമായ വിജയത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കൂ. അവിടെയാണ് പരസ്പര സ്നേഹം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പങ്കാളിയുടെ കുറ്റം മാത്രമല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നല്ല വശങ്ങളും കാണാൻ ശ്രമിക്കുക. രണ്ടുപേരും അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം 24-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ദമ്പതികൾ രണ്ടല്ല, ഒറ്റ ശരീരമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒറ്റ ശരീരമായി തീരുന്നതിലൂടെ ഭാര്യയുടെ കുറവ് ഭർത്താവിൻ്റെ കുറവ് എന്നാണ്, ഭർത്താവിൻ്റെ കുറവ് ഭാര്യയുടെ കുറവ് എന്നാണ്. നമ്മൾ അതിനെ രണ്ടായി കാണുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഞങ്ങൾ രണ്ടല്ല, ഒന്നാണ്, ഒരു ആത്മാവും ഒരു ശരീരവുമാണ് എന്ന ബോധ്യം വരുമ്പോൾ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങൾ എൻ്റേതും കൂടി ആണ് എന്ന ബോധ്യം വരും. പിന്നെ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നതാണ് ഡിവോഴ്സ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അപ്പോൾ ദൈവം ചേർത്ത് വെച്ച ബന്ധങ്ങളെ പിരിക്കാൻ പാടില്ല. കാരണം ദൈവം ചേർത്ത് വെച്ച ബന്ധമാണെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാനുള്ള വഴിയും ദൈവം നമുക്ക് കാണിച്ചു തരും. ഇനി സ്വന്തം ഇഷ്ടത്തിന് തിരഞ്ഞെടുത്ത ജീവിതമാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്തത് തെറ്റാണെന്ന പൂർണ്ണമായ ബോധ്യത്തോടെ അവിടുത്തെ മുമ്പിൽ അനുതപിച്ചാൽ കാരുണ്യവാനായ ദൈവം നമ്മളെ സഹായിക്കും.